അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മിറാക്കിൾ ഇസ്തിഗ്ഫാർ സ്റ്റോറി പറയാൻ പോവാം. വൺ ഡേ റഫീഖ് എന്ന ഒരു വ്യക്തി ഒരു സാധാരണ ജീവിതം നടത്തുന്നവനായിരുന്നു. ഒരു വേലയില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് ശാപ്പാട് കിട്ടാൻ പറ്റാത്ത അവസ്ഥ വരെ എത്തി. അവനൊരു മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് ഒരു സ്പീച്ചിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇസ്തിഗ്ഫാർ പറയാൻ മറക്കരുത്. ഖുർആനിൽ പറയുന്നു, ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹ് മഴവും ഖൈറുള്ള റിസ്ക്കും പീസും നൽകുമെന്ന്. ഇത് റഫീഖിൻ്റെ മനസ്സിൽ, എനിക്ക് ജോബില്ല, കഷ്ടമുണ്ട്, ഞാനൊന്ന് ശരിയായിട്ട് അള്ളാഹിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന്. അതിനുശേഷം റഫീഖ് ഒരു ഡിസിഷൻ എടുത്തു. പ്രതി ദിവസം 1000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് മനസ്സിൽ നിന്ന് പറയാൻ തുടങ്ങി. ബസ്സിൽ പോകുമ്പോൾ, നടക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ എല്ലാ സമയവും ഇസ്തിഗ്ഫാർ. 7 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ വന്നു. ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ വളരെ ഈസി ആയി പോയപ്പോൾ അപ്പോൾ തന്നെ ജോബ് കിട്ടി. അതുമായി കൂടെ അവൻ്റെ ഭാര്യ വളരെ രോഗം കൂടിയായിരുന്നു. അവളും സ്ലോലി റിക്കവറായി തുടങ്ങി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റഫീഖ് വീണ്ടും മസ്ജിദിൽ പോകുമ്പോൾ അതുപോലെ സ്പീച്ച് കേട്ട് അവന് കരഞ്ഞു. ഉസ്താദിനെ കണ്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ 1000 ഇസ്തിഗ്ഫാർ പ്രതി ദിവസം പറഞ്ഞു. എൻ്റെ ജീവിതം മുഴുവനും മാറി. അള്ളാഹ് എനിക്ക് ജോബും നൽകി, സുഖവും നൽകി, സമാധാനവും നൽകി. സുബ്ഹാനല്ലാഹ്. ഇതിൽ നിന്ന് ലെസൺ പഠിച്ചതാണ് നമ്മൾ. ഇസ്തിഗ്ഫാർ ജസ്റ്റ് പാപങ്ങൾ നീക്കാനുള്ള ഉപയോഗം മാത്രമല്ല. ഇസ്തിഗ്ഫാറാണ് കഷ്ടത്തിൽ നിന്നും രക്ഷ, ജോബ് കിട്ടാൻ മാർഗം, രോഗങ്ങളിൽ ശിഫ, മനസ്സിൽ ശാന്തിയും സുഖവും. ഞാൻ നെക്സ്റ്റ് മിറാക്കിൾ സ്റ്റോറി ആയിട്ട് വീണ്ടും വരാം. അൺടിൽ ദെൻ ബൈ.